മാതൃഭൂമി ന്യൂസ് ബിഗ് എക്സ്ക്ലൂസീവ്. അന്വേഷണ ഉദ്യോഗസ്ഥരോട് എല്ലാ കാര്യങ്ങളും പറയുമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. ശബരിമലയിലെ സ്വർണം ആർക്ക് കൊടുത്തുവെന്ന ചോദ്യത്തിന് പോറ്റിക്ക് മറുപടിയേ ഇല്ല. മാധ്യമങ്ങൾ അന്വേഷണം നടത്തരുത് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു പ്രതിരോധം കൂടി തീർക്കുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി. എനിക്കിതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അത് കോടതി എന്ത് തീരുമാനിക്കണം അത് തന്നെ. താങ്കൾ സ്വർണം കൈവശപ്പെടുത്തിയെന്ന രീതിയിലാണ് ആ ഉത്തരവ് വരുന്നത്. അതുകൊണ്ടാണ് താങ്കളോട് ചോദിക്കേണ്ടി വരുന്നത്. കാരണം അതിൻ്റെ ഏറ്റവും അവസാനം മീഡിയ ഇതിൽ സ്വയം ഇൻവെസ്റ്റിഗേഷൻ ചെയ്യരുതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അവസരം കൊടുക്കണമെന്നുമുണ്ട്. അവർ ചോദിക്കുന്നതിന് ഞാൻ കറക്റ്റായിട്ട് മറുപടി പറയും. അന്വേഷണത്തോട് സഹകരിക്കും. ഇങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസിനോട് സംസാരിച്ചത്. കേസിലെ പ്രധാനപ്പെട്ട പുള്ളിയാണ്. അപ്പോൾ അന്വേഷണമൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം വക്കീലിനെ കാണാൻ വേണ്ടിയൊക്കെയാണ് കൊച്ചിയിലേക്ക് എത്തിയത്. അതിനിടയിലാണ് മാതൃഭൂമി ന്യൂസ് ക്യാമറയുടെ കണ്ണിൽപ്പെട്ടത്. ആ പ്രതികരണമാണ് നൽകിയത്. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, മാധ്യമങ്ങളൊന്നും അന്വേഷണം നടത്തണ്ട എന്നുകൂടിയൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്, അന്വേഷണം അത് കോടതി മേൽനോട്ടത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ കോടതി ശരിവെച്ച പല തെളിവുകളും, ഭൂരിഭാഗം തെളിവുകളും അത് മാതൃഭൂമി ന്യൂസിൽ നിന്നുള്ളത് തന്നെയാണ് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം എടുത്തു പറയുകയാണ്. അരുൺ ശങ്കർ വാർത്തയുടെ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം പലതരത്തിൽ പ്രതിരോധം തീർക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. കാരണം അത്ര എളുപ്പത്തിൽ നമ്മൾക്ക് മുന്നിലേക്ക് ഉത്തരം പറയില്ലല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി, അത് മനസ്സിലാകാം. പക്ഷേ നീക്കങ്ങൾ, അന്വേഷണം മുന്നിലേക്ക് പോകുമ്പോൾ ആ നീക്കങ്ങളൊക്കെ ശക്തമായി തന്നെ തുടരുന്നുണ്ട് അല്ലേ? അഭിഭാഷകനെ കാണാനൊക്കെ ആയിരിക്കുമല്ലോ ഒരുപക്ഷെ കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ടാകുക. എന്താണ് ഇന്നലെ കണ്ടപ്പോൾ പ്രതിരോധം തീർക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി? ഈ ശബരിമല സ്വർണ്ണ പാളി കവർച്ച കേസിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നെട്ടോട്ടത്തിലാണ്. കാരണം VIP ആയിട്ടൊക്കെ തന്നെ ശബരിമലയിൽ പരിഗണന കിട്ടിയിരുന്ന പോറ്റിയാണ് ഇപ്പോൾ കേരളത്തിൽ നെട്ടോട്ടം ഓടുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തൊക്കെ വിജിലൻസിന് മുന്നിൽ ഹാജരായ പോറ്റി ഇപ്പോൾ കൊച്ചിയിലേക്കാണ് കഴിഞ്ഞ രാത്രി ഓടിയെത്തിയത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്നലെ ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് തന്നെയാണ്. ആ ഉത്തരവിൽ കൃത്യമായി തന്നെ പോറ്റിയുടെ പങ്ക് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് 474.9 ഗ്രാം സ്വർണം പോറ്റിക്ക് കൈമാറി എന്ന് ആ ഉത്തരവിൽ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നാം സ്ഥാനത്ത്, പ്രതിസ്ഥാനത്ത് വരുന്നത് പോറ്റിയാണ്. അന്വേഷണ സംഘം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങാൻ പോകുമ്പോൾ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെടാം എന്ന ഒരു ഭയം പോറ്റിയെ പിടികൂടിയിട്ടുണ്ട്. ആ ഭയത്തിൽ നിന്നാണ് ഇന്നലെ വളരെ വേഗം തന്നെ ഓടി കൊച്ചിയിലെത്തിയ അഭിഭാഷകനെ കണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനുള്ള നടപടികളൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അതിൽ പോറ്റി തീർക്കുന്ന ഒരു പ്രതിരോധം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ അന്വേഷണം നടത്തേണ്ടതില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. മാധ്യമങ്ങൾ അന്വേഷണം നടത്തേണ്ടതില്ല എന്നുള്ളത് മാത്രമല്ല, സെൻസേഷണലൈസ് ചെയ്യേണ്ട എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് സത്യങ്ങൾ വിളിച്ചു പറയുന്നതിന് ഒരു തടസ്സവും കോടതി എങ്ങും പറഞ്ഞിട്ടില്ല. കൃത്യമായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. കോടതി ഉത്തരവുകളായിട്ടാണ് ഈ സത്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതൊക്കെ റിപ്പോർട്ട് ചെയ്തതിന് ഒരു തടസ്സവുമില്ല. ആ റിപ്പോർട്ടിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി 474.9 ഗ്രാം സ്വർണം കടത്തി അല്ലെങ്കിൽ മുക്കി എന്ന് പറയുന്നത്. അദ്ദേഹം നിർദ്ദേശിച്ച കൽപേഷ് എന്നുള്ള ആൾക്ക് ഈ സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് സ്വർണം കൈമാറി എന്ന് പറയുന്നത്. പക്ഷേ ആ സ്വർണം പിന്നെ എവിടെ പോയി എന്നുള്ളത് ഒരു വ്യക്തതയും ഇല്ല. വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് കണ്ടെത്താനാണ് ഇപ്പോൾ SIT അന്വേഷണം ആരംഭിക്കുന്നത്. അന്വേഷണം ആരംഭിക്കാനുള്ള നിർദ്ദേശം ഹൈക്കോടതി കൊടുത്തപ്പോൾ തന്നെ പോറ്റി നെട്ടോട്ടം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് ഇനി എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളത്, അതായത് അറസ്റ്റ് വെച്ച് നിൽക്കുമോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം.